നമസ്കാരം. ഇപ്പോൾ ഉള്ളത് പയ്യന്നൂർ സബ് ഡിവിഷനിലെ പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കുന്ന കോറത്തെ പോലീസ് ഡംപിംഗ് യാർഡിലാണുള്ളത്. ഇവിടെ നിരവധി വാഹനങ്ങളാണ് പല കേസുകളിൽപ്പെട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. മോട്ടോർ സൈക്കിൾ മുതൽ വലിയ ലോറി വരെയുള്ള വാഹനങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമിയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരേക്കറോളം വരുന്ന ഭൂമിയാണ് ഈ ഡംപിംഗ് യാർഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പയ്യന്നൂർ സബ് ഡിവിഷനിൽപ്പെട്ട പഴയങ്ങാടി, പരിയാരം, പയ്യന്നൂർ, ചെറുപുഴ, പെരിങ്ങോം എന്നീ സ്റ്റേഷൻ അതിർത്തികളിൽ കേസിൽപ്പെട്ട വാഹനങ്ങളാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വിശാലമായ ഒരു പാറപ്രദേശമാണ്. ഇവിടെ കൃത്യമായ അതിർത്തിയൊന്നുമില്ല. പല കേസിൽപ്പെട്ട വില പിടിപ്പുള്ള വാഹനങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാവലിനായി പകൽ ഒരു ഹോം ഗാർഡും രാത്രിയിൽ 2 ഹോം ഗാർഡുമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ അതിർത്തിയോ വേലിയോ ഒന്നും തന്നെ ഇവിടെ കാണാൻ വേണ്ടി കഴിയില്ല. ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ലക്ഷക്കണക്കിന്, അത് കോടിക്കണക്കിന് രൂപ വില വരുന്ന വാഹനങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അതിർത്തി നിർണ്ണയിക്കാനും മറ്റും അധികൃതർ മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ രാത്രികാലങ്ങളിൽ ഇവിടെ ഇതിന് കാവൽ നിൽക്കുന്ന ഹോം ഗാർഡിന് പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ചെറിയൊരു ഒറ്റ റൂമുള്ള ഒരു മുറിയും മാത്രമാണ് ഉള്ളത്. കാരണം ബാത്റൂം സൗകര്യം പോലും ഇവർക്ക് ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം പാറപ്രദേശവും ജനവാസമില്ലാത്ത ഒരു ഏരിയയും കൂടിയാണ് ഈ ഭാഗം. അതുകൊണ്ട് അധികൃതർ ഈ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പറയാനുള്ളത്. നമുക്കിനി ആ ദൃശ്യത്തിലേക്ക് പോകാം. സാർ, ഇത് ഡംപിംഗ് യാർഡിൻ്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതാണല്ലോ സാർ. അപ്പോൾ സാർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ ഇവിടെ? ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കുഴൽ കിണറും ഇല്ല. ഇത് മാത്രമാണ് ഇവിടെ കാര്യമായിട്ട്. മറ്റേ കറണ്ട് ലൈറ്റ് ഉണ്ട്, സോളാറിൻ്റെ. വാഹനങ്ങൾ, നിരവധി വാഹനങ്ങളുണ്ട്. വാഹനങ്ങളിപ്പോൾ 5 സ്റ്റേഷനിലെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. നിരവധി വാഹനങ്ങളുണ്ട്. പിടിച്ചു കൊണ്ടുവരുന്നൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനെ സൂക്ഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. പല വിലപിടിപ്പുള്ള വാഹനങ്ങളല്ലേ ഇത്? വിലപിടിക്കുന്ന വാഹനമാണ്. ചിലപ്പോൾ തീയാൻറ്റും പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കത്തിപ്പോവും. അതാണ്. അപ്പോൾ ഇവിടെ പുൽപ്രദേശമാണ്. ആരെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ടൊരു തീപ്പെട്ടി വരച്ചിട്ടാൽ ഇവിടെ എല്ലാം കത്തി നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പം പാറപ്രദേശമാണ്. അപ്പം ചുറ്റോടും കാട് കൂടി കിടക്കുകയാണ്. അപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, വലിയ നാഷണൽ പെർമിറ്റ് ലോറിയാണ്. കണ്ടോ, പുല്ല് മൂടിയിട്ടാണ്. അപ്പം 12 ടയറുകളുണ്ട് അതിൽ. 12 ടയർ. ഈ ടയറൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഈ പ്രദേശത്തുകാർക്കൊക്കെ അപകടം വരും. കാണില്ലേ, അതേപോലെ ചില വണ്ടികളിൽ പെട്രോളും ഡീസലൊക്കെ ഉണ്ടാവാം. അതും പെട്ടെന്ന് തീ കത്തിയാൽ അത് വലിയ നാശത്തിലേക്ക് പോകും. ടയറും ഇതൊക്കെ വലിയ തീപിടാം. ഒന്ന് പാറപ്പുല്ല് എന്ന് പറയും. ഇവിടെ പാറപ്പുല്ല് മൂടിയ സ്ഥിതിയിലാണ്. ഏത് സമയം തീപിടുത്തം ഉണ്ടായാൽ ഇതെല്ലാം തൊണ്ടി മുതലെല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഇത് കാണുന്നില്ലേ, വാഹനങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടാണുള്ളത്. പിന്നെ ഇത് ഏതെല്ലാം സ്ഥലങ്ങളിലെ വണ്ടികളാണ്? ഇത് ഏതെല്ലാം സ്ഥലങ്ങളിലെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് പരിയാരം, പെരിങ്ങോം, ചെറുപുഴ, പയ്യന്നൂർ, പഴയങ്ങാടി ഈ സബ് ഡിവിഷനിലെ വണ്ടികളൊക്കെയാണ്. പല കേസുകളിൽ പെട്ടിട്ടുള്ള വണ്ടികൾ കാണുന്നില്ലേ കയറ്റിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം നശിച്ച് പോയിട്ടുണ്ട്. അപ്പം ലക്ഷങ്ങളാണ് തുരുമ്പെടുക്കുന്നത് തന്നെ ഇവിടെ പറയാം. ലക്ഷങ്ങളാണ് ഇവിടെ തുരുമ്പെടുക്കുന്നത്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ വാഹനങ്ങൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ പകൽ ഒരു ഹോം ഗാർഡും രാത്രി കാലങ്ങളിൽ 2 കാട് പ്രദേശമായതുകൊണ്ട് 2 ഹോം ഗാർഡുമാണ് ഇതിൻ്റെ സുരക്ഷയ്ക്കുള്ളത്. പക്ഷേ തീ പിടിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ നിന്നാണ് ആൾക്കാർ ഇവിടത്തേക്ക് വരേണ്ടത്. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം കത്തി നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പല്ല, കഴിഞ്ഞ വർഷം ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടല്ലേ സാറേ? ദൃശ്യത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഒരു തീപിടുത്തം ഉണ്ടായാൽ ചെറിയൊരു അശ്രദ്ധ മതി, ഇവിടെയൊക്കെ ഇതെല്ലാം നശിച്ച് പോകാൻ വേണ്ടി. അത്രക്കും ലക്ഷങ്ങളാണ് ഇവിടെ തുരുമ്പെടുക്കുന്നത്. പല കേസുകളിലും തീർപ്പാകാതെ കിടക്കുന്ന വാഹനങ്ങളാണിത്. ഇത് മുന്നേ പയ്യന്നൂർ പോലീസ് മൈതാനിയിലുണ്ട്. അത് പറ.
ഈ വാഹനങ്ങളൊക്കെ മുമ്പ് കാലത്ത് പയ്യന്നൂർ പോലീസ് മെയ്തല്ലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഇങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. കാരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരേക്കർ ഭൂമിയിലേക്ക് ഇത് മാറ്റി നിക്ഷേപിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷമല്ലേ ഇവിടെ തീപിടുത്തം ഉണ്ടായതല്ലേ? അപ്പോൾ അതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? തുടക്കം താഴെ ഗ്യാസ് ഗോഡൗണിൻ്റെ കുറച്ച് ഇപ്പുറത്ത് അവിടെ നിന്ന് തുടങ്ങിയാണ്. അത് ഇവിടെ വരെ എത്തി. പിന്നെ ഫയർഫോഴ്സ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നില്ലേ, ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ തൊട്ട് സമീപത്തുള്ള ബൗണ്ടറിയാണിത്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തീപിടുത്തത്തിൽ മരങ്ങളൊക്കെ അക്വേഷ്യ മരങ്ങളാണ് കാണുന്നത്. അതൊക്കെ തന്നെ തീപിടുത്തത്തിൽ ഉണങ്ങിയതാണ്, കഴിഞ്ഞ തീപിടുത്തത്തിൽ ഉണങ്ങിയതാണ്. അപ്പോൾ തന്നെ അതൊരു വലിയ ദുരന്തമാണ്. ഇത് അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളിനി ഇന്ന് രാത്രി നൈറ്റിലുണ്ടാവും. രണ്ടാള് ചെക്കിങ്ങിന് ആരെ ബെല്ലുണ്ട്? നമുക്ക് അതിലൊന്ന് പോയിട്ട് അത് എടുക്കണം. രാത്രിയല്ല, പോലീസുകാരനും ബെല്ലുണ്ട്. ഇതിപ്പം പൂഴി പിടിച്ച വാഹനമാണ്. ഈ പൂഴി പിടിച്ച വാഹനങ്ങളൊക്കെ ഇപ്പോൾ കേസ് കഴിഞ്ഞാൽ ഇതൊക്കെ പൂഴി അടുത്ത സമീപകാലത്ത് പൂഴി പിടിച്ചിട്ട് വെച്ച വാഹനം. ഇതൊക്കെ കേസ് കഴിഞ്ഞാൽ ചില സമയം റിലീസായി പോകും. അങ്ങനെയൊക്കെയാണ് ഇവർ പറയപ്പെടുന്നത്. ഇതൊക്കെ പൂഴി വണ്ടികളാണ് അധികം പൂഴി. ഒരു ചാക്ക് പൂഴി ഉള്ളതുണ്ട്, ഒരു ലോഡ് പൂഴി ഉള്ളതുണ്ട്. അങ്ങനെയൊക്കെയാണ് പല കേസുകളിലും പെട്ട പയ്യന്നൂർ സബ് ഡിവിഷനിലെ വാഹനങ്ങളാണ് ഒരിക്കൽ കൂടി പറയുന്നത്. ഇതാണ് ഇതിൽ സെക്യൂരിറ്റിക്കാരായ ഹോം ഗാർഡിന് താമസിക്കാനുള്ള സൗകര്യം. ചെറിയ ഒറ്റമുറി റൂമാണിത്. ഇവിടെ ബാത്റൂം സൗകര്യം ഇല്ല ഇവർക്ക്. കാരണം ബാത്റൂം സൗകര്യം ഇല്ലയെന്നാണ് ഇവിടെ. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. രാത്രി കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളത്. ഭക്ഷണമൊക്കെ ഇവരുടെ കൊണ്ടുവരലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഇവർക്കുള്ള യാതൊരു സുരക്ഷയും ഇവർക്ക് ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് പുറത്തുനിന്നുള്ള വണ്ടിയുണ്ടോ അല്ലേ? അന്യദേശത്തുനിന്ന് അന്യസംസ്ഥാന വാഹനങ്ങളും പല കേസുകളിൽപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളും ഇവിടെയുണ്ട്. കേസുകളിൽപ്പെട്ട് പല വാഹനവും നാഷണൽ പെർമിറ്റ് ലോറികളടക്കം പല വാഹനങ്ങളും ഇവിടെയുണ്ട്.